ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. കഴിഞ്ഞ 9 വർഷവും ആർക്കും ഒരു ആനുകൂല്യം കൊടുക്കാത്ത ഗവൺമെന്റാണ്. മാത്രമല്ല ജനങ്ങളുടെ തലയിൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ച ഒരു ഗവൺമെന്റാണ്. കൂടുതൽ നികുതികൾ അടിച്ചേൽപ്പിച്ച ഒരു ഗവൺമെന്റാണ്. ഇപ്പൊ ഇത് കൊടുക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. 4-ാം തീയതി പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെയല്ല ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ്. തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ്. അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെന്റിന്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ്. അപ്പൊ ഇതൊരു ഒരു തട്ടിപ്പാണ്. ഇത് തട്ടിപ്പാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിക്കായിരുന്നു. ഇതൊരു മിനി ബഡ്ജറ്റ് പോലെ ഉണ്ട്. എന്താണ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കാതിരുന്നത്? ബഡ്ജറ്റ് തലയിൽ ആളുകളുടെ തലയിൽ നികുതി അടിച്ചേൽപ്പിക്കായത്. ഇപ്പൊ ഇത് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഹസനമാണ്. ഇത് വലിയ ഗൗരവത്തിലോട് ജനങ്ങൾ എടുക്കില്ല. ആശാ വർക്കർമാരുടെ ഇത്ര ഒരു ക്രൂരത വേണ്ടായിരുന്നു. അവർ കുറെ കൂടി ആനുകൂല്യം പ്രഖ്യാപിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇത് കൊടുക്കാനുള്ള ബാധ്യത തങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രഖ്യാപനം നടത്തിയത്. ഈ കാർഷിക മേഖലയിലുമൊക്കെ വലിയ തോതിൽ താങ്ങുവില കൂടിയുണ്ട്. അല്ല, ഈ നേരത്തെ പ്രഖ്യാപിച്ച ആനുകൂല്യം തന്നെ ഇപ്പൊ കൊടുക്കുന്നില്ലല്ലോ. ഇടുക്കി പാക്കേജ് 18,000 ഒന്നും കൊടുത്തില്ല. ഇടുക്കി പാക്കേജ് 14,000 കോടിയാ പ്രഖ്യാപിച്ചത്. എന്തുകൊല്ലം കൊടുത്തോ? തീരദേശ പാക്കേജ് പ്രഖ്യാപിച്ച് 10,000 കോടി ആർക്കെങ്കിലും കൊടുത്തോ? വയനാട് പാക്കേജ് പ്രഖ്യാപിച്ച് ആർക്കെങ്കിലും കൊടുത്തോ? അപ്പൊ ഈ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. തന്നെ അവർക്കറിയാം, കേരള മുഖ്യമന്ത്രിക്ക് അറിയാം ഇതൊക്കെ നടപ്പാക്കേണ്ടത് അടുത്ത ഗവൺമെന്റ് ആണെന്ന്. ഇപ്പൊ തനിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമില്ല. ജനങ്ങൾ തന്നെ വീണ്ടും കൊണ്ടുവരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പ്രഖ്യാപനം. അതുപോലെ ഈ CPI അവരുടെ പറഞ്ഞ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അവർ നിന്നു. CPM ആയതുകൊണ്ട് കീഴടങ്ങിയ അവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അവരൊരു കത്ത് നൽകുമെന്നാണ് ഇപ്പൊ പറയുന്നത് സർക്കാർ കേന്ദ്രത്തിന്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് BJPയും CPM-ഉം തമ്മിലുള്ള അന്തർധാരയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് PMC പദ്ധതി ഒപ്പിട്ടത്. ഇതവരേതായാലും റദ്ദാക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. തൽക്കാലം CPI കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ്. MOU സൈൻ ചെയ്തിട്ട് റദ്ദാക്കണം പറഞ്ഞാൽ എവിടെ റദ്ദാക്കാനാണ്? അപ്പൊ ഇത് തൽക്കാലം അവരെ CPI കബളിപ്പിക്കാൻ ചെയ്തൊരു പണിയായിട്ട് മാത്രമേ ഇതിനെ കണ്ടാൽ മതി. അതിനകത്ത് ഒരു നേട്ടം ഉണ്ടാവില്ല. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്ന കാര്യമാണ്. അത് ബോധ്യപ്പെടും എല്ലാവർക്കും. MOU സൈൻ ചെയ്തിട്ട് ഇനി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ആര് റദ്ദാക്കാനാണ്? അതെല്ലാം നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണ് ഇപ്പോൾ ഈ കത്ത് കൊടുക്കാമെന്നൊക്കെ പറയുന്നത്. കത്തുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇത് താൽക്കാലികമായി അവരെ കബളിപ്പിക്കുകയാണ്. അത് കുറെ കഴിയുമ്പോൾ CPIക്കും ജനങ്ങൾക്കും ബോധ്യപ്പെടും.